ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टिः। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्त नमस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरद्विषे नमः। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण മച്ച് കേൾക്കാമോ? കേൾക്കാം പ്രഭു, കേൾക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ, എല്ലാവർക്കും സ്വാഗതം. സോ പെട്ടെന്ന് കഥാമൃത പ്രഭു എന്നെ ഏൽപ്പിച്ചു ഈ ഒരു കർത്തവ്യം ചെയ്യാനായിട്ട്. സോ ഭഗവാനെ കുറിച്ച് ആയതുകൊണ്ട് ഭാഗവതം എല്ലാ കാൻഡലും പ്രഭുപാദ് ഫസ്റ്റ് പേജിൽ പറയുന്ന ശ്ലോകമാണ്. തത്വാർ വിസർഗോ ജനത വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകം നാമാനി അനന്തശേഷവും ഇതാനി ശൃണ്വന്തി കായന്തി ഗൃണന്തി സാധക. അതിന്റെ അർത്ഥം ഇതാണ്: നമ്മൾ പറയുന്നത് ചെറിയ കുറ്റം കുറവുകൾ ഉണ്ടെങ്കിലും ഭഗവാനെ കുറിച്ച് ആയതുകൊണ്ട് അത് എന്തായാലും നല്ലത് മാത്രമേ നമുക്ക് സംഭവിക്കൂ എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ നമ്മൾ ചൈതന്യ ചരിതാമൃതം ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നു എന്ന് അറിഞ്ഞു. സോ ഇന്നത്തെ ശ്ലോകം എന്ന് പറയുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 2 ശ്ലോകം 11 ശ്ലോകം ഞാൻ വായിക്കാം. വദന്തി തത്തത്വവിദസ്തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദയേ. വദന്തി തത്തത്വവിദസ്തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദയേ. മതാജി, മലയാളം ഉണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷൻ പർപ്പെട്ട് ആരെങ്കിലും വായിക്കണം. എന്റെ കയ്യിൽ ബുക്കില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഞാൻ വായിക്കട്ടോ പ്രഭുജി? ഓക്കെ. എല്ലാ വേദശാസ്ത്രോപദേശങ്ങളുടെയും സാരാംശം സംബന്ധിച്ച് ശൗനക ഋഷിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യങ്ങൾക്ക് സുതഗോസ്വാമി മറുപടി പറയുന്ന ഈ സംസ്കൃത ശ്ലോകം ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകമാണ്. തത്വവിദാഹ എന്ന വാക്ക് പരമസത്യത്തെ അറിയുന്നവരെ കുറിക്കുന്നു. അവർ ആത്മീയ വിധാനത്തിലായതിനാൽ അവർക്ക് തീർച്ചയായും ദ്വന്ദ്ഭാവമില്ലാതെ ജ്ഞാനം ഗ്രഹിക്കാൻ കഴിയും. പരമനിരപേക്ഷ സത്യം ചിലപ്പോൾ ബ്രഹ്മമെന്നും ചിലപ്പോൾ പരമാത്മാവെന്നും ചിലപ്പോൾ ഭഗവാൻ എന്നും അറിയപ്പെടുന്നു. നിരപേക്ഷ സത്യത്തെ ഊഹാപോഹങ്ങളിലൂടെ സമീപിക്കാൻ ശ്രമിക്കുന്ന ഒരുവൻ അന്തിമമായി വ്യക്തിശൂന്യ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുമെന്നും അഷ്ടാംഗ യോഗാനുഷ്ഠാനത്തിലൂടെ പരമസത്യത്തെ സമീപിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നും, എന്നാൽ സമ്പൂർണ്ണ ജ്ഞാനവും ആധ്യാത്മിക ധാരണയുമുള്ള ഒരുവൻ ഭഗവത് രൂപത്തെ സാക്ഷാത്കരിക്കുന്നുവെന്നും അറിവുള്ളവർ മനസ്സിലാക്കുന്നു. വ്രജരാജപുത്രനായ ശ്രീകൃഷ്ണനാണ് പരമനിരപേക്ഷ സത്യമെന്ന് ഭഗവത് ഭക്തന്മാർക്ക് അറിയാം. അവർ ശ്രീകൃഷ്ണന്റെ നാമം, രൂപം, ഗുണം, ലീലകൾ ഇവകൾക്ക് തമ്മിൽ വേർതിരിവ് ദർശിക്കുന്നില്ല. ഭഗവാന്റെ പരമമായ നാമം, രൂപം, ഗുണം, ലീലകൾ ഇവകളെ ഭഗവാനിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവന് നിശ്ചയമായും പരമജ്ഞാനത്തിന്റെ അഭാവമുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു പരിശുദ്ധ ഭക്തൻ കൃഷ്ണ എന്ന ദിവ്യനാമം ജപിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ അതീന്ദ്രിയ ശബ്ദമായി സന്നിഹിതനാകുന്നത് തിരിച്ചറിയുന്നു. അതിനാൽ അവൻ അതീവ ശ്രദ്ധയോടും ആദരവോടെയും ജപിക്കുന്നു. അവൻ കൃഷ്ണന്റെ രൂപങ്ങൾ ദർശിക്കുമ്പോൾ അവിടെ നിന്ന് വ്യത്യസ്തമായി ഒന്നും കാണുന്നില്ല. ഒരുവൻ അങ്ങനെ കാണുന്നില്ലെങ്കിൽ പരമജ്ഞാനത്തിൽ പരിശീലനമില്ലാത്തവനായി പരിഗണിക്കപ്പെടണം. പരമജ്ഞാനത്തിൽ പരിശീലനമില്ലാത്തവനായി പരിഗണിക്കപ്പെടണം. പരമജ്ഞാനത്തിന്റെ ഈ അഭാവം മായ എന്ന് വിളിക്കപ്പെടുന്നു. കൃഷ്ണാബോധത്തിലല്ലാത്ത ഒരുവൻ മായയുടെ സ്വാധീനത്താൽ
സ്വാധീനത്താൽ ജ്ഞാനത്തിന്റെ ദ്വന്ദ്ഭാവത്തിന് കീഴിലാകുന്നു. പരമനിരപേക്ഷ തലത്തിൽ ഭഗവാന്റെ എല്ലാ ആവിഷ്കരണങ്ങളും ദ്വന്ദ്മില്ലാത്തവയാണ്. മായയുടെ നീന്താവായ വിഷ്ണുവിന്റെ വിവിധ രൂപങ്ങൾ ഏകമായിരിക്കുന്നത് പോലെ അവ്യക്തിഗത ബ്രഹ്മത്തെ പിന്തുടരുന്ന തത്വജ്ഞാനികൾ ജീവസത്തയുടെ വ്യക്തിത്വം പരമോന്നതനായ ഭഗവാന്റെ വ്യക്തിത്വത്തിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന അറിവും, പരമാത്മാവിനെ കണ്ടുപിടിക്കാൻ പരിശ്രമിക്കുന്ന യോഗികൾ ആത്മാവ് പരമാത്മാവിൽ നിന്ന് ഭിന്നമല്ലെന്ന ജ്ഞാനവും മാത്രം സ്വീകരിക്കുന്നു. എന്നാൽ ഒരു പരിശുദ്ധ ഭക്തന്റെ ആത്യന്തിക സങ്കല്പം ഇവ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു. ഒരു ഭക്തൻ എന്തിനേയും കൃഷ്ണനുമായുള്ള അതിന്റെ ബന്ധത്തിലൂടെ അല്ലാതെ കാണുന്നില്ല. അതിനാൽ ഭക്തന്റെ സാക്ഷാത്കാരമാണ് എല്ലാറ്റിലും വെച്ച് സർവോത്തമം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനി നാമനേ. നമോ ആചാര്യപദായ കൃപപ്രദായിനി ഗൗരവദാതാമൃതാമൃതാരിണി. ഹരേ കൃഷ്ണ. സോ ഇത് ചൈതന്യ ചരിതാമൃതത്തിന്റെ ശ്ലോകമാണെങ്കിലും ഇത് ഭാഗവതത്തിലുള്ള ഒരു ശ്ലോകമാണ്. കാരണം ഈ അധ്യായം പ്രഭുപാദർ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറഞ്ഞാല് ചൈതന്യ മഹാപ്രഭു പരമ ദിവ്യോത്തമ പുരുഷൻ എന്നുള്ളതാണ് ഈ അധ്യായത്തിന്റെ ഹെഡിങ്. സോ ഇതേ ശ്ലോകം തന്നെയാണ് ഭാഗവതം പ്രഥമ സ്കന്ധം 2-ാം അധ്യായം 11-ാമത്തെ ശ്ലോകത്തിലും വരുന്നുണ്ട്. സെയിം ശ്ലോകം തന്നെയാണ് പ്രഭുപാദ് ഇവിടെയും കൂടെ കാണിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. കേക്കാലോ? ഹരേ കൃഷ്ണ. സോ അപ്പം ഇതില് ആ ശ്ലോകത്തില് അദ്വയം അല്ലെ, അദ്വയം എന്ന് പറഞ്ഞാല് പരമസത്യം ഒന്നാണെന്നും അതിനെ 3 തരത്തിലാണ് ആൾക്കാര് സാക്ഷാത്കരിക്കുന്നു അല്ലെ എന്നാണ് ആ ശ്ലോകത്തിന്റെ വിവർത്തനം. അപ്പൊ നമ്മള് 1 by 1 ആയിട്ട് കാണാം. ഫസ്റ്റ് ബ്രഹ്മമാണ് അല്ലെ. ഫസ്റ്റ് ലെവലിലുള്ള ആൾക്കാര് അവർ ആരെന്ന് ചോദിച്ചാൽ ജ്ഞാനികളാണ്. അവര് ഭഗവാന് പരമസത്യം ബ്രഹ്മമാണ്, അതിന് രൂപമില്ല, അവ്യക്തം എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് കാണുന്നത് അല്ലെ. 2-ാമത്തെ ലെവലിലുള്ളത് പരമാത്മ, അത് യോഗിമാരാണ്. 3-ാമത്തത് ഭഗവാൻ, അത് ഭക്തന്മാർ. അപ്പം ഭഗവാന് മാത്രമാണ് പൂർണ്ണമായിട്ടുള്ളത് സത്ത് ചിത്ത് ആനന്ദം അല്ലെ. ഭഗവാന് പൂർണ്ണമായിട്ട് ഈശ്വര പരമകൃഷ്ണ ശശിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദം സർവകാരണകാരൻ. സോ ഭഗവാന് മാത്രമാണ് പൂർണ്ണമായിട്ടുള്ളത് സത്ത് ചിത്ത് ആനന്ദം പൂർണ്ണമായിട്ടുണ്ട്. സത്ത് എന്ന് പറഞ്ഞാലേ ഭഗവാൻ ശാശ്വതമാണ്, ചിത്ത് എന്ന് പറഞ്ഞാലേ ഭഗവാൻ എല്ലാ തരത്തിലുള്ള ജ്ഞാനവും ഉണ്ട്, ആനന്ദം ഭഗവാൻ പൂർണ്ണമാണ്. പക്ഷെ ഇതിലെ ബ്രഹ്മത്തില് സത്ത് മാത്രമേ ഉള്ളൂ അല്ലെ. അതിൽ സിത്തും ഇല്ല, ആനന്ദവും ഇല്ല. കാരണം എന്താണ്? അവ്യക്തത രൂപമാണ് അല്ലെ. ബ്രഹ്മം എന്ന് പറഞ്ഞാല് അല്ലെ എല്ലാം ബ്രഹ്മമാണെന്നുള്ള ഈ ഒരു സിദ്ധാന്തം നമ്മൾ കേരളത്തില് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചം മുഴുവൻ എല്ലാം ബ്രഹ്മമാണ്. കാരണം അതിന് കാരണക്കാരനായ ശങ്കരാചാര്യരാണ്. സോ അദ്ദേഹത്തിന്റെ ഒരു ദൗത്യം അതായിരുന്നു ഭഗവാന് രൂപമില്ല എന്നുള്ള ഒരു സിദ്ധാന്തമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന് മായാവാദ തത്വം എന്ന് പറയും. കാരണം മായാവാദം ഒരു ശാസ്ത്രമല്ല, ഒരു പ്രമാണമല്ല, ഒരു താൽക്കാലിക ഒരു ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്. അതിനെ തന്നെ ഉണ്ട് മായാവാദം അസശാസ്ത്രം പ്രച്ഛന്നം ബൗദ്ധമുച്യത എന്ന് മഹാദേവൻ പാർവതി ദേവിയോട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. കാരണം മായാവാദം ശാസ്ത്രമില്ല, അത് ബുദ്ധമതത്തിനെ ശൂന്യവാദത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇതാണ്. സോ മായാവാദം അവര് രൂപമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം. ഇപ്പം ബുദ്ധിസ്റ്റ് പോലും ബുദ്ധന്റെ നമ്മൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ബുദ്ധന്റെ പ്രതിമ വെച്ചിരിക്കും അല്ലെ. രൂപമില്ലെങ്കിൽ ഒന്നും പാടില്ല, പക്ഷെ എന്നാലും അവർ ബുദ്ധന്റെ പ്രതിമ വെച്ചിരിക്കും. അപ്പം പ്രഭുപാദ് അവര് രൂപം ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അവരും ഏതെങ്കിലും ഒരു രൂപത്തിന് അവര് വച്ചിരിക്കുന്നുണ്ട്. അപ്പം ഈ രൂപമില്ലാത്ത അവസ്ഥയിലുള്ള ആൾക്കാര് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറയുന്നുണ്ട്. ഭഗവത്ഗീത 7-ാം അധ്യായം 24-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അവ്യക്തം വ്യക്തി ആപന്നം മന്യന്തേ മാം അഭൂത്തയ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ രൂപമില്ലാത്ത അവസ്ഥയെ പരമസത്യം എന്ന് ചിന്തിക്കുന്നവര് അഭൂത്തയ എന്ന് വെച്ചാൽ ബുദ്ധി ഇല്ലാത്തവർ അല്ലെങ്കിൽ ബുദ്ധിയിൽ കുറഞ്ഞവർ. പക്ഷെ നമ്മളിവിടെ ജ്ഞാനികളാണ് ബ്രഹ്മം എന്നുള്ള ശ്രദ്ധാന്നെങ്കിലും ആ ജ്ഞാനികളെ പോലും ഭഗവാൻ എന്താ പറയുന്നത്? അഭൂത്തയ, അവർക്ക് ബുദ്ധി ഇല്ല എന്നാണ് ഭഗവാൻ അവിടെ പറയുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാല് ഈ ബ്രഹ്മം വന്നിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ നമുക്ക് ഭഗവാന്റെ അടുത്തുള്ള ഒരു ബന്ധങ്ങൾ ഒന്നും നമുക്ക് അതിൽ വെക്കാൻ പറ്റില്ല. കാരണം
അതേ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു ക്ലേശോ അധികര ദേശം അവ്യസാക്ത ചേതസാം. ക്ലേശം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, നമുക്ക് അതിൽ ഒരു സുഖവും കാണത്തില്ല. അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ പോയ ആൾക്കാർ വരെ വീണ്ടും ഈ ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ ഭഗവാന്റെ ശരീരത്തിൽ വരുന്ന ആ ജ്യോതി മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം ആത്മാക്കളാണ്. ആത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആനന്ദമയോ അഭ്യാസാത്ത്, നമുക്ക് എപ്പോഴും ആനന്ദം ചെയ്യണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം. പക്ഷെ ബ്രഹ്മത്തിൽ പോകുമ്പോൾ അത് ഒന്നും നമുക്ക് സാധിക്കത്തില്ല. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് പരമാത്മാ ഭഗവാനിലേക്ക് പോവാനുള്ള ഒരു ചവിട്ടുപടി പോലെ നമുക്ക് കരുതാം. അത് ഭഗവത്ഗീതയിലെ 14-ാം അധ്യായം 27-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ബ്രഹ്മനോഗി പ്രതിഷ്ഠാഹം എന്ന ശ്ലോകത്തിൽ ബ്രഹ്മനോഗി പ്രതിഷ്ഠാഹം അമൃത ശാശ്വതസ്യ ധർമ്മസ്യ സുഖൈ ആന്തസ്യ. അതില് ഭഗവാൻ പറയുന്നുണ്ട് ഈ അവ്യക്തത്തിന്റെ പ്രമാണം, അതിന്റെ പുറകിലിരിക്കുന്ന ഭഗവാനാണ് യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് ആ പർപ്പട്ടില് പറയുന്നുണ്ട്. ഈ ബ്രഹ്മത്തില് പോയാലും പിന്നെ അവിടെ നിന്ന് അവർക്ക് പതുക്കെ പരമാത്മാ സ്റ്റേജിലേക്ക് വന്ന് പിന്നെ ഭഗവാന്റെ സ്റ്റേജിലേക്ക് ഉയരാം എന്ന് പറയുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് ബ്രഹ്മാവിന്റെ 4 കുമാരന്മാർ, സനത് കുമാരന്മാർ. അവരെല്ലാം ബ്രഹ്മജ്ഞാനികൾ അല്ലെ, അവരെല്ലാം ജ്ഞാനികളായിരുന്നു. പക്ഷെ ബ്രഹ്മമാണ് സത്യം എന്ന് അവര് ധരിച്ചിരുന്നു. പക്ഷെ അവര് വൈകുണ്ഠത്തിൽ പോയതിനു ശേഷം ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരുമായി സംഘം കൊണ്ട് ഭഗവാന്റെ തുളസിയൊക്കെ സ്മെല്ല് ചെയ്തപ്പോ അവർക്ക് പതുക്കെ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മത്തിൽ ഇരുന്ന് ബ്രഹ്മം ഫൈനൽ അല്ല, അവിടെ നിന്നും അവർക്ക് പരമാത്മ സ്റ്റേജിലേക്ക് പോവാം. പിന്നെ ഈ ബ്രഹ്മം ഈ രൂപമില്ലാത്ത അവസ്ഥയെ വന്നിട്ട് ഭക്തന്മാർ ഏത് രൂപമാണ് ഭഗവാന്റെ ശരിക്കുമുള്ള, നമ്മൾ പർപ്പട്ടിലെ വായിച്ചതുപോലെ നന്ദ മഹാരാജാവിന്റെ പുത്രനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം ദർശിക്കാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാല് വേറെ പരമാത്മാ രൂപം പോലല്ല, സെക്കൻഡ് ലെവൽ എന്ന് പരമാത്മ. ഈ പരമാത്മാ രൂപം എന്ന് പറയുന്നത് യോഗിമാരാണ്. അപ്പം പരമാത്മാ നമ്മുടെ ഹൃദയത്തിലും ഉണ്ട്. പരമാത്മാവിന്റെ ജോലി എന്ന് പറഞ്ഞാല് ഉപദൃഷ്ട അനുമന്തി അല്ലെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഭഗവാൻ സാക്ഷിയായിട്ടും അത് നമുക്ക് ചെയ്യാനുള്ള അനുവാദം തരുന്ന, അല്ലാതെ പരമാത്മാ വേറെ ഒന്നും ചെയ്യത്തില്ല. അവിടെ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോലെ നമുക്ക് ഈ രസം നമുക്ക് വരത്തില്ല. ഇപ്പം സേവനം അല്ലെങ്കിൽ നമുക്ക് 5 തരത്തിലുള്ള രസങ്ങളുണ്ട്. ദാസ്യം, സഖ്യം, പിന്നെ വാത്സല്യം, മാധുര്യം. ഈ രസങ്ങളൊന്നും പരമാത്മാ സ്റ്റേജില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ പറ്റത്തില്ല. അത് ഭഗവാൻ എന്നുള്ള സ്റ്റേജിലേ പറ്റുള്ളൂ. അപ്പൊ ഈ പരമാത്മാ രൂപ എന്ന് പറഞ്ഞ് ഭഗവാൻ അതിന് വിഷ്ണുവാണ്. വിഷ്ണു 3 രൂപാനി എന്ന് പറയുന്നുണ്ട്. കർബോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു, പിന്നെ കാരണോദകശായ വിഷ്ണു. ഇതിൽ ക്ഷീരോദകശായ വിഷ്ണു ആയിട്ടാണ് പരമാത്മ എല്ലാവരുടെ ഹൃദയത്തിലും, മനുഷ്യനിലും മാത്രമല്ല എല്ലാവരുടെ സകല ജീവാത്മാക്കളുടെയും ഹൃദയത്തില് ഇരിക്കുന്നു. ആ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ജസ്റ്റ് ദർശിക്കുന്നതാണ് യോഗിമാരുടെ പരമലക്ഷ്യം. ആ യോഗിമാരും അതും അഷ്ടാംഗ യോഗം പ്രാക്ടീസ് ചെയ്താലേ അത് നമുക്ക് സാധിക്കും. പക്ഷേ കലിയുഗത്തില് ഈ യോഗ പ്രക്രിയയിലൊന്നും സാധിക്കില്ല എന്ന് അർജുനൻ തന്നെ പറഞ്ഞു. കാരണം എന്താണ്? ചഞ്ചലകി മനകൃഷ്ണ പ്രമാദി ഫലഭദ്രിടം. അർജുനൻ പറഞ്ഞു എന്റെ മനസ്സ് ചഞ്ചലമായതുകൊണ്ട് എനിക്ക് ഈ ഭഗവാൻ പറയുന്ന ഈ യോഗ ഒന്നും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് അർജുനൻ തന്നെ പറഞ്ഞു. അവസാനം പറഞ്ഞു അർജുനൻ അത് ഉപേക്ഷിച്ചു. പിന്നെ ഭഗവാന്റെ സ്റ്റേജിലേക്ക് പോകുമ്പോ ഭഗവാൻ ഞാനാണ് ഭഗവാൻ എന്ന് അർജുനനോട് പറഞ്ഞപ്പം അർജുനൻ ഭഗവാന് വിശ്വരൂപം കാണിച്ചു തരാൻ പറഞ്ഞു അല്ലെ. ഇപ്പം ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ രൂപമുണ്ട് എന്നുള്ളത് ഭക്തന്മാരെല്ലാവരും വിശ്വസിക്കുന്നത് ഭഗവാന്റെ രൂപമുണ്ട് അല്ലെ. ഭഗവാന്റെ രൂപമില്ലെങ്കിൽ നമുക്ക് രൂപം കിട്ടത്തില്ല. അപ്പം രൂപം ഉണ്ട്. പക്ഷെ ഏത് രൂപമാണ്? ഭഗവാൻ അനേകം, അദ്വൈതം, അച്യുതം, അനാദി, അനന്ത രൂപം. ഭഗവാന് ഒരുപാട് രൂപങ്ങൾ ഉണ്ടെങ്കിലും ഏത് രൂപമാണ് ഭക്തന്മാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നുള്ളതാണ് നമ്മളിപ്പോ കാണാൻ പോകും അല്ലെ. ഇപ്പം ആ ഭഗവാൻ അനേക രൂപം ഉണ്ടെങ്കിലും അർജുനൻ വന്നിട്ട് വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോ അർജുനൻ പേടിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് എന്താ പറഞ്ഞു? എനിക്ക് ഈ രൂപമൊന്നും വേണ്ട, എനിക്ക് പഴയ ശ്യാമസുന്ദര രൂപം തന്നെ മതി എന്ന് ഭഗവാനോട് പറഞ്ഞു അല്ലെ. 11-ാം അധ്യായം 51-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ തിഷ്ടം വേദം മാനുഷ്യ രൂപം എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട് എനിക്ക് ആ മനുഷ്യ രൂപം മതി. ഭഗവാൻ മനുഷ്യനെ പോലെ 2 കയ്യിലിരിക്കുന്ന ആ ഒരു ശ്യാമസുന്ദര രൂപം മതി. കാരണം എന്താണ്? അത് മാത്രമാണ് ഒരു വ്യക്തിക്ക്
സന്തോഷം നൽകും, ആനന്ദം നൽകും. അതുകൊണ്ട് ആ രൂപം തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ആ രൂപം കാണാൻ വേദങ്ങൾ പഠിച്ചോ തപസ്സുകൾ ചെയ്ത ഇത് ഒന്നുകൊണ്ട് ഈ ഒരു രൂപത്തിനെ കാണാൻ പറ്റില്ല. ഭഗവാൻ കൃഷ്ണൻ ശ്യാമസുന്ദര രൂപത്തിന് കാണാൻ സാധിക്കില്ല. ആർക്കാ അത് കാണാൻ സാധിക്കും? ഭക്ത്യാമാം അഭിജാനാതി, ഭക്തന്മാർക്ക് മറ്റുമേ ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശാസ്മി തത്വതഃ. അത് ഭഗവാൻ ഉള്ളതുപോലെ മനസ്സിലാക്കാൻ ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കും എന്ന് അർജുനൻ പറയുന്നുണ്ട്. ആ രൂപം ദേവന്മാർക്ക് പോലും അത്ര എളുപ്പത്തിൽ കാണാൻ സാധിക്കില്ല. ഇത് തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ രൂപം കാണണമെങ്കിൽ ഈ ശ്രീമദ് ഭാഗവതത്തിലെ രുദ്രഗീതം എല്ലാവരും കേട്ട്, നമ്മളെ 12 മഹാജനങ്ങളെ ഒന്നാണ് മഹാദേവൻ. ഒരു പരമ്പരയുടെ ആചാര്യനാണ് അല്ലെ, അദ്ദേഹത്തിന് പറഞ്ഞതാണ് രുദ്ര സമ്പ്രദായം. ആ മഹാദേവൻ ഗീതം, രുദ്രഗീതം എന്ന് പറയുന്ന ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അതിലെ മഹാദേവൻ പറയുന്നുണ്ട് ഭഗവാനെ എങ്ങനെ കാണണം, മഹാദേവൻ ആഗ്രഹിക്കാണ്, പ്രാർത്ഥിക്കാണ്. മഹാദേവൻ ആ ശ്ലോകം ശ്രീമദ് ഭാഗവതം അധ്യായം 4, 24, 44 മഹാദേവൻ പ്രാർത്ഥിക്കുന്നത് ന ദൃശിഷ്ണാനാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവ ഇന്ദ്രിയ ഗുണാഞ്ചനം. അല്ലെ, ദർശനം ന ദൃശിഷ്ണാനാം. അല്ലെ, എന്ത് ദർശനം കിട്ടുന്നത്? ദേഹി ഭാഗവതാർച്ചിതം, ഭക്തന്മാര് പൂജിക്കുന്ന ആ ഒരു രൂപത്തിനെ ഞാൻ ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? രൂപം പ്രിയതമം സ്വാനാം. കാരണം ഭക്തന്മാർക്ക് രൂപം പ്രിയതമം, ഭക്തന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ഭക്തന്മാർ പൂജിക്കുന്ന ആ രൂപത്തിനെയാണ് ഞാൻ കാണാതിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് സർവ ഇന്ദ്രിയ ഗുണാഞ്ചരം. അങ്ങനെയുള്ള രൂപം നമ്മൾ ദർശിക്കുമ്പോ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അതില് സന്തോഷമാകും. അല്ലാതെ ഭൗതിക ലോകത്തിലെ നമ്മൾ ഉള്ള രൂപങ്ങളെല്ലാം ദർശനം നമ്മളെ ഇന്ദ്രിയങ്ങൾ തൃപ്തിയാകില്ല. ഭക്തന്മാർ പൂജിക്കുന്ന ആ ഭഗവാന്റെ രൂപം നമ്മൾ ദർശിക്കുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളിലും നമുക്ക് പൂർണ്ണമാകും, സന്തോഷമാകും. അതുകൊണ്ടാ പറയുന്നത് ഋഷികേശ സേവനം ഭക്തിരുത്തമാണ്. നമ്മളെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ സേവനത്തില് ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇന്ദ്രിയങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ പറ്റൂ. അപ്പം ഭഗവാന്റെ അങ്ങനത്തെ രൂപം തന്നെയാണ് ഭക്തന്മാർ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ രൂപം എങ്ങനെ നമുക്ക് ആർക്ക് സാധിക്കും? ഇപ്പൊ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഭക്തിയിൽ കൂടെ മാത്രമേ ഭഗവാനെ സാധിക്കൂ എന്ന് നമ്മൾ കണ്ടു. ആ ഭക്തി ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തത്. ആ ഭക്തി എന്ന് പറയുന്നത് നവവിധ ഭക്തി, പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അല്ലെ, അപ്പം ഭഗവാനെ കുറിച്ച് നമ്മൾ ഭക്തി തുടങ്ങുന്നത് ആദൗ ശ്രദ്ധ. ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതിൽ കൂടെ മാത്രമാണ് ഭക്തി തുടങ്ങുന്നത്. ശ്രീമദ് ഭാഗവത്തിലെ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന ഉണ്ട് 3-ാമത്തെ സ്കന്ധത്തില്. അദ്ദേഹം പറയുന്നുണ്ട് ഭഗവാനെ നമ്മൾ ചെവി കൊണ്ടാണ് കാണുന്നത്. ശ്രുത ഈശിത എന്ന് പറയും. ശ്രുത എന്ന് പറഞ്ഞാൽ കേൾക്കുക, ഈശിത എന്ന് പറഞ്ഞാൽ ചെവിയാണ്. അപ്പൊ ചെവി കൊണ്ട് ഭഗവാനെ കാണുന്നു എന്ന് പറയും. അല്ലെ, നമ്മൾ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ കാണുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല. ഇപ്പൊ നമ്മൾ തന്നെ ഏതെങ്കിലും ദിവ്യദേശ ദർശനം അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണാൻ പോകുമ്പോൾ അവിടുത്തെ വിഗ്രഹങ്ങൾ ഏതാണ്, എങ്ങനെയാണ്, ഏത് രൂപം, എത്ര കൈയുണ്ട്, ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. കാരണം നമ്മുടെ കണ്ണുകൾക്കെല്ലാം ഒരു പരിമിതി ഉണ്ട്. ഈവൻ അർജുനന് ഭഗവാൻ വിശ്വരൂപം കാണുന്നു എന്ന് പറഞ്ഞ ഉടനെ അർജുനന് ആദ്യം ഭഗവാൻ ദിവ്യ ചക്ഷുഷു, ദിവ്യമായ കണ്ണുകൾ കൊടുത്തതിന് ശേഷമാണ് അർജുനനെ കാണാൻ സാധിച്ചു. അപ്പൊ അതേപോലെ നമ്മൾ ഈ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കില്ല. കാരണം ഈവൻ കുരുക്ഷേത്ര യുദ്ധത്തില് കൗരവരുടെ ഫ്രണ്ടിലും ഭഗവാൻ ഉണ്ടായിരുന്നു, പാണ്ഡവരുടെ വശത്തും ഭഗവാൻ ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും ഭഗവാനെ മനസ്സിലാക്കിയത് ഭക്തന്മാരാണ്. അല്ലെ, അപ്പൊ നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭക്തി ചെയ്യുന്നത് ശ്രവണത്തിലൂടെ. അപ്പം ബ്രഹ്മാവ് പറയുന്നത് ശ്രുത ഈശിത. നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധിയാവുമ്പോ ഭഗവാൻ ആ ഹൃദയത്തിൽ വന്ന് വസിക്കുമെന്നാണ് ബ്രഹ്മാവ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് നമ്മൾ നിരന്തരം കേൾക്കണം. അതുകൊണ്ടാ പറയുന്നത് നിത്യം നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതീർ ഉത്തമ ശ്ലോകെ ഭക്തിർ ഭവതി നശിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിരന്തരം ഭഗവാനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ചൈതന്യ ചരിതാമൃതം പോലെ എല്ലാ ആഴ്ചയും കേൾക്കുന്ന അനുസരിച്ച് ഭക്തന്മാരിനെ പ്രഭുപാദ അത് എടുത്തു പറയുന്നുണ്ട്. പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് വേണം, ഭക്തന്മാരുടെ സംഘത്തിൽ നിന്ന് വേണം ഭഗവാനെ കുറിച്ച് കേൾക്കാം. വേറെ ഭഗവാനെ കുറിച്ച് എവിടെ വേണമെങ്കിൽ കേൾക്കാം. നമുക്ക് ടിവിയിൽ സീരിയലിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കാം, അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയക്കാരുടെ എവിടെന്നെങ്കിലും അല്ലെങ്കിൽ നോവൽസിലൊക്കെ ഭഗവാനെ കുറിച്ച് പഠിക്കാം. പക്ഷെ അതുകൊണ്ടും നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഭക്തിയെ ഉണർത്തൂല്ല.
ഭക്തന്മാരുടെ സംഘത്തിലും ഭാഗവതം, ഭഗവത്ഗീത, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് ഭക്തി വരും. അതല്ലാതെ കേട്ട് കഴിഞ്ഞാൽ പ്രമാണം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ അവൈഷ്ണവോ മുഖകീർണം പൂതകരി കഥാമൃതം ശ്രവണ നൈവ കർത്തവ്യം സർപ്പോച്ചിഷ്ട യഥാഭയം. ഭക്തി ഇല്ലാത്ത ആൾക്കാരിന് ഹരീത കടയായ പോലും ഭഗവാന്റെ തന്നെ കഥകളായാലും അതെന്താവും, പാമ്പ് കുടിച്ചിട്ട് വെച്ച പാല് പോലെ ആയിപ്പോകും, അത് വിഷമായി തീരും. ഇപ്പം ഒരുപാട് ആൾക്കാർ ഭാഗവത സപ്താഹം കുറേ ലോകത്തിലെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സപ്താഹം കേട്ട് എത്ര പേരാണ് ഭക്തന്മാരാകുന്നത്? ആ 7 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആചാര്യൻ ദക്ഷിണ വാങ്ങി അതിന്റെ പുറകെ പോവും, ആൾക്കാർ അവരുടെ വഴിക്ക് പോകും, പിന്നെ അടുത്ത സപ്താഹത്തിലേക്ക് കാണും. പക്ഷേ ഇസ്കോണിൽ പ്രഭുപാദർ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു അടുപ്പിച്ചിട്ട എന്ന് പറയുന്നത് ഇസ്കോണിൽ വരുന്ന നമ്മൾ എല്ലാവരുടെയും അനുഭവമാണ്. ഭഗവാനെ കുറച്ച് കേൾക്കും തോറും നമുക്ക് അത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ താല്പര്യം ഉണ്ടാവുന്നുണ്ട്. ആദ്യം ഇസ്കോണിൽ വന്ന് ഭഗവത്ഗീത ക്ലാസ്, ഭാഗവതം ക്ലാസ് കേട്ട് ഭക്തന്മാരുടെ സംഘത്തിലിരിക്കുന്ന അവർ കൂടുതൽ നമുക്ക് സേവനങ്ങൾ തന്ന് പല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ അതില് നമുക്ക് താല്പര്യം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാരുടെ സംഘത്തിൽ തന്നെ കേൾക്കണം. അതെ, ഭക്തി രസാമൃത സിന്ധുല 64 അംഗങ്ങളില് 5 കാര്യങ്ങൾ പ്രധാനം എന്ന് രൂപ ഗോസ്വാമി പറയുന്നുണ്ട് അല്ലെ. അതിലെ സാധുസംഘം, നാമജപം, ഭാഗവത ശ്രവണം അല്ലെ. സാധുസംഘത്തിലാണ് നമ്മൾ പ്രധാനമായിട്ട് കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭക്തി തുടങ്ങുള്ളൂ. അപ്പൊ അതിന് ഭക്തി നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഭക്തന്മാരുടെ കൂടെ ഇരിക്കുമ്പോ ആ ഭക്തന്മാരില് നമ്മൾ അപരാധം ചെയ്യാതിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ ഭക്തി ഉണ്ടാവില്ല. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭക്തി അതും പരിശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ എന്ന് പറയുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ഭക്തി പ്രാക്ടീസ് ചെയ്യാനാണ് ഇസ്കോണിൽ വന്നെങ്കിലും പക്ഷെ നമ്മളെല്ലാവരും ഇപ്പോഴും പരിശുദ്ധ ഭക്തരായിട്ടില്ല. നമ്മളെല്ലാം അങ്ങനെ ശുദ്ധിയാവാനുള്ള പ്രക്രിയയിലാണ്, അനർത്ഥ നിവർത്തി സ്റ്റേജിലാണ് ഇത്. നമുക്ക് ആർക്കും പൂർണ്ണമായിട്ടും അനർത്ഥങ്ങൾ പോയിട്ടില്ല അല്ലെ. ഭഗവത്ഗീത കൃഷ്ണൻ പറയുന്നുണ്ട്, ഏത് ഒരു ഭക്തനെ എന്നെ ദൃഢമായി ഭജിക്കാൻ പറ്റുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. യേശാം തു അന്ധകഥം പാപം ജനാനാം പുണ്യകർമ്മണ ദേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജതേ മാം ദൃഢവൃതക അല്ലെ. ഏത് ഒരാളിന് ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും പാപം പുണ്യം, അന്ധകഥം പാപം എന്ന് പറഞ്ഞു, പാവം പുണ്യം കൂടെ ഇല്ലാതായി ദ്വന്ദ്വങ്ങളിൽ നിന്ന് മുക്തനായ ഒരാളിന് മാത്രമേ എന്നെ ദൃഢമായി ഭജിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. പ്രഹ്ലാദൻ എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഭഗവാനെ വിട്ടിട്ട് പോയില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ഒരു ദിവസം വയ്യാതായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നാമജപം ഇല്ല. അപ്പൊ നമ്മൾ ഇന്നും ദ്വന്ദ്വങ്ങളിൽ നിന്ന് മുക്തനായിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ പാവങ്ങൾ പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പുണ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും പോയിട്ടില്ല, ഭഗവാൻ ആശ്രയിച്ചിട്ടില്ല. അപ്പൊ ഭഗവാൻ അത്രയ്ക്കും ഒരു പൂർണ്ണമായും പരിശുദ്ധ ഭക്തൻ ആയാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടത്തുള്ളൂ. ഭഗവാൻ എന്നുള്ള ആ ഒരു ഇത് നേരിട്ട് ഭഗവാനെ കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ വിഗ്രഹ രൂപത്തിലാണ് അല്ലെ. ഇപ്പോഴും നമ്മൾ ഭഗവാൻ ഡെയിലി ദർശനാർത്ഥിക്ക് ഭഗവാനെ കാണുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ പൂർണ്ണമായും നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും പരിശുദ്ധി ആവാതെ കൊണ്ട് ഭഗവാൻ അർച്ചാ വിഗ്രഹത്തിൽ കൂടി നമുക്ക് ദർശനം തരുന്നത്. അപ്പം പൊതുവെ ഈ പുറമേ ഉള്ള ആൾക്കാരെല്ലാം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നിർവിശ്വരവാദികളെല്ലാം ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ വിഗ്രഹത്തിന് പോയിട്ട് നിങ്ങൾ ഈ പാലും കുറെ തേനും നെയ്യും ഇത്രയൊക്കെ കൊടുക്കുന്നുണ്ട്, ഇത്രയും കൊടുക്കുന്നത് പാവപ്പെട്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പുണ്യമാവുമല്ലേ എന്ന് പറയും. പക്ഷേ ഈ ഒരു വിഗ്രഹം സാധാ വിഗ്രഹമല്ല, സാധാരണ ഒരു തടിയോ അല്ലെങ്കിൽ ഒരു മെറ്റലോ ഒന്നല്ല. പ്രഭുപാദർ അതിനെ പറയുന്നുണ്ട്. ഇപ്പം പുറത്ത് നമുക്കിപ്പം സ്റ്റാച്യൂവിന്റെ അവിടെ പോയാൽ കുറെ പ്രതിമകളൊക്കെ ഉണ്ട്, ഈ രാഷ്ട്രീയക്കാരുടെയോ ഏതൊക്കെ പ്രതിമകളുണ്ട്, അത് വിഗ്രഹമാണ്, റോഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ അദ്ദേഹത്തിന്റെ ഒരു ജന്മദിനത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മരിക്കുന്ന ദിവസം മാത്രം രാഷ്ട്രീയക്കാരുണ്ട് ഹാരമൊക്കെ ഇട്ടിട്ട് ഒരു പൂവൊക്കെ അർപ്പിച്ചിട്ട് പോകും. പിന്നെ ശില ഒന്നും ആരും തിരിഞ്ഞു നോക്കാറില്ല, ആരും റെസ്പെക്ട് ചെയ്യാറില്ല. പക്ഷെ അതുപോലെ അല്ല അമ്പലത്തിൽ ഇരിക്കുന്ന വിഗ്രഹം. പ്രഭുപാദന നല്ലൊരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, തപാൽ പെട്ടി, അത് ഒരു
സ്ഥലത്തും ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മളിപ്പോ ആ സിസ്റ്റം അല്ല, പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ലെറ്റർ കൊണ്ട് ആ ബോക്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ എവിടെയാണോ അയക്കാൻ ഉദ്ദേശിച്ചു ആ വ്യക്തിയുടെ കയ്യിൽ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ എഴുതി അതിനകത്ത് ഇടും. ആ പെട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പോസ്റ്റ് ഓഫീസിന് ആള് വരും, കൊണ്ടുപോകും, എത്തിക്കേണ്ട സ്ഥലത്തെത്തും. അപ്പൊ അതേ ആരെങ്കിലും സംശയിക്കും ഈ പെട്ടിയിൽ ഇട്ടാൽ എങ്ങനെ പോകും എന്നുള്ള ആരും സംശയിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളെ സേവനങ്ങളെല്ലാം ഈ അമ്പലത്തിൽ ഇരിക്കുന്ന അർച്ചാ വിഗ്രഹത്തിന് നമ്മുടെ സേവനങ്ങൾ, നമ്മുടെ നിവേദ്യങ്ങൾ, നമ്മുടെ കീർത്തനങ്ങൾ, നമ്മുടെ പ്രാർത്ഥന ഇതെല്ലാം സമർപ്പിക്കുമ്പോ അത് ഭഗവാൻ സാക്ഷാത് ഗോലോക വൃന്ദാവനത്തിലിരിക്കുന്ന കൃഷ്ണന് അത് ചേരും. നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ അത് കേൾക്കും. അപ്പൊ അർച്ചാ വിഗ്രഹത്തിനും ഭഗവാനും യാതൊരു വ്യത്യാസമില്ല. പക്ഷെ നമ്മുടെ ഭക്തി ഇതിൽ അർച്ചാ വിഗ്രഹത്തിൽ നമ്മൾ ഭക്തി ചെയ്ത് നമ്മൾ പരിശുദ്ധി ആവുമ്പോഴത്തേക്ക് ശരിക്കുമുള്ള നന്ദ മഹാരാജാവിന്റെ പുത്രനെ നമുക്ക് കാണാൻ സാധിക്കും. അതുവരെ നമ്മൾ അർച്ചാ വിഗ്രഹത്തില് നമ്മൾ ദർശനം. ഇന്നലെ പോലെ ഞാൻ വായിച്ചു, നമ്മുടെ വിഗ്രഹത്തിന്റെ മുന്നിൽ നമ്മൾ പോകുമ്പോ അത് വിഗ്രഹം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. സപ്പോസ് നമ്മൾ ഭഗവാനെ നിവേദിക്കാൻ ഡ്രസ്സിങ്ങിനൊക്കെ പോകും, പൂജയ്ക്ക് കയറുമ്പോ നമ്മൾ പോകുമ്പോ നമ്മുടെ മനസ്സിൽ ഭഗവാൻ നന്ദ മഹാരാജാവിന്റെ കൃഷ്ണനാണ് അവിടെ നിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ഒരു ഭാവത്തിലാണ് പോകുന്നത് എന്നാണ് ഞാൻ നല്ലൊന്ന് വായിച്ചു. സോ അതുകൊണ്ട് ഭഗവാൻ എന്നുള്ള കൺസെപ്റ്റില് നന്ദ മഹാരാജ കൃഷ്ണനെ തന്നെയാണ് ആരാധിക്കണം എന്നുള്ളത്. ഭഗവാന് ഒരുപാട് രൂപങ്ങൾ ഉണ്ടെങ്കിലും കൃഷ്ണന്റെ ആരാധിക്കുന്ന രൂപമാണ് ഏറ്റവും പ്രാധാന്യം. അപ്പൊ അത് ചൈതന്യ മഹാപ്രഭു തന്നെ പറയുന്നുണ്ട്, ആരാധ്യോ ഭഗവാൻ ബ്രജേശതനയ തത്താമ വൃന്ദാവനം. അല്ലെ, ആരെ ആരാധിക്കണം? ഭഗവാന്റെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടെങ്കിലും കൃഷ്ണൻ തന്നെ ദ്വാരകയില് കൃഷ്ണനുണ്ട്, മധുര കൃഷ്ണനുണ്ട്, ഒരുപാട് കൃഷ്ണൻ, കാളിയ കൃഷ്ണൻ ഇങ്ങനെ ഉണ്ടെങ്കിലും നന്ദ മഹാരാജാവിന്റെ പുത്രനായ ബ്രജേന്ദ്രനന്ദന് അദ്ദേഹത്തിന് കൃഷ്ണനെയാണ് നമ്മൾ ആരാധിക്കണം. രമ്യ കാച്ചിത് ഉപാസന വ്രജപതി വർക്കേന. ആ ആരാധന എങ്ങനെ ഇരിക്കണം? വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന ഗോപസ്ത്രീകളുടെ ഭാവത്തിൽ വേണം നമ്മൾ ഭഗവാനെ ആരാധിക്കണം. ഏത് ഭാവമാണത്? പ്രേമഭാവം. അല്ലെ, നമ്മുടെ ലക്ഷ്യമേ അതാണ്, നമ്മുടെ ഗോൾ അതാണ്. പ്രേമോ വിമർത്തോ ഭവാൻ, കൃഷ്ണനില് പ്രേമം വളർത്തിയെടുക്കുക. അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്ന ഒരു നിർദ്ദേശം. ആ ഒരു ഭാവത്തിൽ നമ്മൾ ഭഗവാനെ പൂജിക്കണം. എന്താണ് പിന്നെ ശ്രീമദ് ഭാഗവതം പ്രമാണം. ഇതിന്റെ പ്രമാണം എന്ന് പറഞ്ഞാല് ശ്രീമദ് ഭാഗവതമാണ്. നമ്മളെ പ്രേമോ പുമർത്തോ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു മതമിതം തദർത്ഥോ ന പറഹ. ഇതിനേക്കാളും ഉപരിയായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് ഇതിന്റെ എവിഡൻസ് ചൈതന്യ മഹാപ്രഭുവാണ്. കാരണം ഈ അധ്യായത്തിലെ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനാണ്. അതിന് കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും യാതൊരു വ്യത്യാസമില്ല. കലിയുഗത്തിലെ ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം 11-ാമത്തെ സ്കന്ധത്തില് ഒരു ശ്ലോകമുണ്ട്, കൃഷ്ണവർണം ധ്വജ ആകൃഷ്ണം സാംഗോ ഭാംഗാശ്രു പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായ യജന്തികി സുമേധസ എന്ന് പറയുന്നത്. കലിയുഗത്തില് ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ ബുദ്ധിയുള്ള ആൾക്കാര് നാമസങ്കീർത്തനത്തിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്തും എന്ന് പറയും. അപ്പൊ ഈ നാമസങ്കീർത്തനം നമ്മൾ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കലിയുഗത്തിലെ വേറെ നമ്മളെ പെട്ടെന്ന് നമ്മളെ ഹൃദയം ശുദ്ധിയാക്കാൻ വേറെ ഒന്നും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാന്റെ ഗുണം, രൂപം, ലീലകൾ ഇതൊന്നും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അത ശ്രീകൃഷ്ണ നാമേതി നാ പവേത് ഗ്രാഹ്യം ഇന്ദ്രിയൈ. അല്ലെ, ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീലകൾ ഇതുകൊണ്ടും നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. അല്ലെ, കൃഷ്ണൻ വന്നിട്ട് മണ്ണ് കഴിച്ചിട്ട് വായിക്കകത്ത് കൂടി ബ്രഹ്മാണ്ടം കാണിച്ചു എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെ അത് അംഗീകരിക്കും. അല്ലെ, അതിനൊരു പെയ്ത്തിന് ഒരു സ്റ്റോറിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അറിയാനുള്ള കഥയാണ്. നാരദ മഹർഷി വന്നിട്ട് വൈകുണ്ഠത്തിൽ ഇങ്ങനെ പോകുമ്പോ ഒരു ബ്രാഹ്മണൻ ചോദിക്കും ഭഗവാന്റെ അടുത്ത് എനിക്ക് എപ്പോഴാണ് മോക്ഷം കിട്ടുമെന്ന് ചോദിക്കാൻ പറയും. പിന്നെ ഒരു ചെരുപ്പ് തയ്ക്കുന്ന ആളും അദ്ദേഹം ചോദിക്കാൻ പറയും, ഒരു കൃഷിക്കാരനും ഇങ്ങനെ ചോദിക്കാം. അല്ലെ, ആ കഥയെ നിങ്ങൾക്ക് അറിയാം. പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ബ്രാഹ്മണന്റെ അടുത്ത് പറയും നിങ്ങൾ ഇപ്പോഴും ഒന്നും പോകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ വിശ്വസിക്കില്ല, നിങ്ങൾ കള്ളം പറയാണ്, ഞാൻ എല്ലാ ദിവസവും രാവിലെ എല്ലാ ഇതനുസരിച്ച് ഞാൻ എന്നും കുളിച്ച് സ്നാനം ചെയ്ത് സാലഗ്രാമിന് അഭിഷേകം ചെയ്ത് പൂജയെല്ലാം ഭഗവാന് എല്ലാ നിവേദ്യമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഭക്ഷണം പോലും കഴിക്കുന്നതെന്ന് പറഞ്ഞ്, അപ്പൊ നിങ്ങൾ പറയുന്ന സത്യമാണ്, ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ ആര് പോകും എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണൻ പറയും. നാരദ മഹർഷിയുടെ വാക്ക് വിശ്വസിക്കില്ല.
പക്ഷെ അതേ സമയത്ത് ഒരു കൃഷിക്കാരൻ്റെ അടുത്ത് പോകുമ്പോൾ പറയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പൊ തന്നെ നിങ്ങൾ പോവും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വിശ്വസിക്കും. അപ്പൊ നാരദൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ വിശ്വസിക്കുന്നത്, അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ കണ്ടു എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ച് ചോദിച്ചപ്പം പറയും ഇത്രയും ഒരു ചെറിയ ആളിന്റെ വിത്തിനകത്ത് ഇത്രയും വലിയ ആളിനെ ഭഗവാൻ വെച്ചിരിക്കുകയാണെങ്കിൽ ഭഗവാൻ എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ഭക്തൻ വിശ്വസിക്കും. അപ്പം എത്ര വേദങ്ങൾ അതാ പറയുന്നത്, വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തം. നമ്മൾ വെറുതെ ശാസ്ത്രങ്ങൾ പഠിച്ച് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല, ഭക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാ പറയുന്നത് നാ ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ നാമത്തിനെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എപ്പോ പറ്റും, സേവേർ മുഖേക്ക് ജീവഗാതവും സ്വയം ഏവ സ്മൃത്യത. നമ്മള് നാവ് കൊണ്ട് ഭഗവാന് സേവനം ചെയ്യുമ്പോൾ സ്വയം ഭഗവാൻ തന്നെ സ്വയം എല്ലാം മനസ്സിലാക്കി തരും. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ദേശാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം തദാമി ബുദ്ധിയോഗം തം. നമ്മള് പ്രീതിയോട് കൂടി ഭക്തി ചെയ്യണം. അല്ല അപ്രീതിയല്ല, പ്രീതിയോട് കൂടി ഭഗവാനെ സന്തോഷത്തോടു കൂടി നമ്മൾ സേവനം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മള് ഇസ്കോണിലെ സേവനം തരുമ്പോ നമ്മള് തന്നല്ലോ അല്ലെങ്കിൽ ആ പ്രഭു പറഞ്ഞല്ലോ ചെയ്യാതിരുന്ന എന്തെങ്കിലും വിചാരിക്കുമല്ലോ എന്ന് വെച്ച് നമ്മൾ സേവനം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഭഗവാനെ ഭക്തി അല്ലെങ്കിൽ ആ രസം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഭഗവാന്റെ സേവനം തരുമ്പോ അത് പ്രീതിയോട് കൂടി നമ്മൾ ചെയ്തു വരുമ്പോ ഭഗവാനുമായിട്ട് നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് വരും. അതിന് സ്വരൂപസിദ്ധി എന്ന് പറയും. സ്വരൂപസിദ്ധി എന്ന് പറഞ്ഞാല് ഭഗവാൻ ഒരുപാട് രൂപങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു രൂപത്തില് ആ ഭക്തനെ സ്ഥിരമായിട്ട് ആ ഭക്തൻ ആ രൂപത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് വരുമ്പോ അതിനെയാണ് സ്വരൂപസിദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സ്വരൂപസിദ്ധി വരുമ്പോഴത്തേക്ക് നമുക്ക് ഭഗവാൻ എന്നേക്കും നമുക്ക് നഷ്ടപ്പെടില്ല, എപ്പോഴും ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് ഈ 3 റിയലൈസേഷൻ, ബ്രഹ്മം, പരമാത്മ, ഭഗവാനില് ഈ ഭഗവാൻ എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. അതില് നമുക്ക് ഒരു പേടിയും ഇല്ല, അല്ലെങ്കിൽ അതിന് നഷ്ടപ്പെടുവോ ഒന്നുമില്ല. കൃഷ്ണൻ പറയുന്നുണ്ട്, യോമാം പശ്യതി സർവത്ര സർവമാം മയി പശ്യതി. എന്റെ ഭക്തന്മാരെ വന്നിട്ട് എല്ലാത്തിലും എന്നെ കാണുന്നുണ്ട്, എന്നിൽ എല്ലാം കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടൂല എന്ന് ഭഗവാൻ തന്നെ ഗ്യാരണ്ടി പറയുന്നു. സോ ആ ഒരു ലെവലില് നമ്മൾ ഉയരണം. അപ്പൊ കലിയുഗത്തിലെ ഭഗവാൻ വന്നിട്ട് കലികാലെ നാമരൂപേണ കൃഷ്ണവതാര. ഭഗവാൻ കലിയുഗത്തില് നാമത്തിന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. ആ നാമം നമ്മൾ ദിവസം ദർശിക്കണോ അല്ലെങ്കിൽ അതിന് സേവിക്കണോ. എന്താണ് നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസ വിഗ്രഹ. ഈ നാമമും ഒരു വിഗ്രഹമാണ്. അതാണ് നമ്മൾ ഹരിനാമ പ്രഭു കി ജയ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു രൂപമുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിനത്വ നാമനാഭിനോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹരിനാമത്തിനും ഭഗവാൻ കൃഷ്ണനും യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് ആ ഹരിനാമം വളരെ നമ്മൾ ശ്രദ്ധയോട് കൂടി ജപിക്കുമ്പോ നമുക്ക് ഈ ബ്രഹ്മം പരമാത്മാവെല്ലാം കടന്ന് ഭഗവാൻ എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് പോയി ഭഗവാന്റെ ധാമത്തിൽ പോയി ഭഗവാനുമായിട്ടുള്ള രസം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് പ്രധാനം. കാരണം കൃഷ്ണനിൽ മാത്രമേ ആ രസം നമുക്ക്, ഭഗവാന്റെ രൂപമുള്ള അവസ്ഥ നാരായണ രൂപമുണ്ട്, വിഷ്ണു രൂപമുണ്ട്, പല രൂപങ്ങളുണ്ട്. പക്ഷേ കൃഷ്ണനിൽ മാത്രമാണ്. കൃഷ്ണൻ അതുകൊണ്ട് രസരാജ് എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ പലതരത്തിലുള്ള ഓരോരോ ഭക്തന്മാർക്കും ഓരോ രസങ്ങളാണ്. അപ്പൊ ആ ഭക്തൻ ആ രസത്തിൽ ഏത് രസമാണോ ഒരു ഭക്തനുള്ള ആ രസത്തിൽ തന്നെ ഭഗവാൻ ആ ഭക്തനുമായിട്ട് സമ്പർക്കം ചെയ്യും. ഗീതയിലെ കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, യഥാമാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യകം മമ വർത്തമാനു വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവസ. സോ അതുകൊണ്ട് നമ്മൾ ഏത് ഭാവത്തിലാണോ, ചിലർക്ക് വന്നിട്ട് സേവനം ചെയ്യാൻ താല്പര്യം, ചിലർക്ക് ഭഗവാനെ പൂജിക്കാൻ താല്പര്യം, ചിലർക്ക് ഭഗവാനെ നിവേദിക്കാൻ, ഏത് രസത്തിലാണോ നമ്മൾ ഭഗവാനുമായിട്ട് സമ്പർക്കം ചെയ്യുന്നോ ആ ഇതിൽ തന്നെ ഭഗവാനെ നമ്മളുമായിട്ട് സമ്പർക്കം ചെയ്യും. സോ അതുകൊണ്ട് ഭഗവാന് എന്നുള്ള രൂപം, ഭഗവാൻ എന്നുള്ള ആ ഒരു സാക്ഷാത്കാരമാണ് ഏറ്റവും ഉത്തമം. അതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അത് ഭക്തന്മാർക്ക് മാത്രം കിട്ടാനുള്ള പദ്ധതിയാണ്, വേറെ ആർക്കും ആ ഒരു കൺസെപ്റ്റിൽ പോകാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയില് എന്റെ ഭക്തന്മാരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറയുന്നുണ്ട്. ഒരു ജ്ഞാനിയെക്കാളിലും ഒരു കർമ്മിയെക്കാളിലും ഒരു യോഗിയെക്കാളിലും ഇവര് 3 പേരും ആത്മീയ പാതയിലാണ് അല്ലെ. ഇവരെ 3 പേരും ആത്മീയ ചിന്തയിലുള്ളവരാണ് അല്ലെ. പക്ഷേ ഭക്തന്മാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവർ. അപ്പം ആ ഭക്തൻ, പ്രഭുപാദ് വന്നിട്ട് പർപ്പട്ടിൽ പറയുന്നുണ്ട്, ഒരു ഭക്തൻ പറഞ്ഞാല് ഭഗവാൻ ഭക്തന്റെ ഭക്തവത്സലാണ്, അല്ലെങ്കിൽ ഭഗവാൻ ഭക്തന് വേണ്ടി എന്തും ചെയ്യും എന്ന് വെച്ചിട്ട് ഒരു ഭക്തൻ ഒരിക്കലും ഭഗവാനെ സർവന്റ് ആയിട്ട് എനിക്ക് അത് ചെയ്തിട്ടാ ഇത് ചെയ്തിട്ടാ എന്ന് ചോദിക്കാൻ പാടില്ല. ഭഗവാനെ നമ്മളെ ജോലിക്കാരനാക്കാൻ പാടില്ല.
നമ്മൾ ഒന്നുമേ ചോദിക്കാൻ പാടില്ല, ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിരിക്കണം നമ്മുടെ പരമ ലക്ഷ്യം എന്ന് പ്രഭുപാദ് പുറപ്പെട്ട് എഴുതുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ എല്ലാം ഭഗവാന്റെ അടുത്ത് നമ്മുടെ പരിഭവങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഇതൊക്കെയാണ് പറയുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ നമ്മളാണ് ഭഗവാന് വേണ്ടിയിട്ട്, അല്ലെ? ഗോപസ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ല ഭഗവാൻ എന്നത്, ഭഗവാന് വേണ്ടിയിട്ടാണ് ഗോപസ്ത്രീകൾ ജീവിച്ചത്. അതുകൊണ്ടാണ് പറയുന്നുണ്ട്, അല്ലെ? നാരദ ഭക്തി സൂത്രത്തിലെ നാരദൻ പറയുന്നുണ്ട്, ഭക്തിയിലെ ഏറ്റവും ഉത്തമം ഉള്ള ഭക്തന്മാരെന്ന് പറയുന്നത് ഗോപസ്ത്രീകളാണ്. ചൈതന്യ മഹാപ്രഭു അതുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ബ്രാഹ്മണനല്ല, നാഹം വിപ്രോ നാജാ നരപതി നാ വൈശ്യോ നാ ശൂദ്ര. ഞാൻ ശൂദ്രനല്ല, ബ്രാഹ്മണനല്ല, സന്യാസിയല്ല, ഗൃഹസ്ഥനല്ല, വാനപ്രസ്ഥൻ. എന്താണ്? ഗോപി ഭർത്തു പദകമലയോ ദാസാണ് ദാസൻ. സോ അതുകൊണ്ട് നമ്മൾ ആ ഭക്തന്മാരെ അതുപോലത്തെ ഭക്തി നമ്മൾ ചെയ്യണം. ഭഗവാനെ പ്രീതിപ്പെടുത്താനായിരിക്കണം ഏത് അവസ്ഥയിലും, അല്ലെ? ഭഗവാനെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ എന്തെല്ലാം ശ്രമ ഏവകി കേവലം എന്ന് പറയും. ഭഗവാൻ നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ പ്രീതിപ്പെട്ടില്ലെങ്കിൽ അതെല്ലാം വേസ്റ്റ് ആണെന്ന്. സോ എങ്ങനെ ഭഗവാൻ പ്രീതിയായി എന്ന് നമ്മൾ അറിയും, അല്ലെ? ഇപ്പൊ നമ്മൾ ഭഗവാനെ കൊണ്ട് നിവേദ്യം വഹിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ പൂജ ചെയ്തു, മാലയിട്ടു, എങ്ങനെ ഭഗവാൻ ഇത് സ്വീകരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സേവനത്തിൽ ഭഗവാൻ തൃപ്തിയായി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സോ അതിനാണ് നമ്മൾ ഗുരുവിനെ പ്രീതിപ്പെടുത്തുന്നത്, അല്ലെ? ഭക്തന്മാരുടെ സംഘത്തിലെ ആധികാരികമായിട്ടുള്ള ഗുരുവോ ഗുരുവിന്റെ പ്രതിനിധിയോ നമ്മൾ ചെയ്യുന്ന സേവനത്തിൽ സന്തുഷ്ടരാണെങ്കിൽ ഭഗവാൻ സന്തുഷ്ടരാകും. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ അപ്രസാദാൻ അനുഗ്രഹീതോപി. സോ നമ്മൾ ചെയ്യുന്ന സേവനങ്ങളിലെല്ലാം നമ്മളെ ഗുരുവിനെയും ഗുരുവിന്റെ പ്രതിനിധിയെയും പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ ഭഗവാനും നമ്മളിൽ തൃപ്തരാകും. ഹരേ കൃഷ്ണ. ഇതാണ് കൺക്ലൂഷൻ. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ പങ്കുവെക്കാനുണ്ടെങ്കിൽ പങ്കുവെക്കാം. ഹരേ കൃഷ്ണ. കഥാമൃത പ്രഭു ഉണ്ടോ, പോയോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഈ കൃഷ്ണവർണം ദശാകൃഷ്ണം സാങ്കോപാങ്ക ആ ശ്ലോകം 11ാം സ്കന്ധത്തിൽ ശ്ലോക നമ്പർ ഒന്ന് ഓർമ്മയുണ്ടോ പ്രഭുവിന്? മാതാജി, ഞാൻ കഥാമൃത പ്രഭുവിന് അയച്ചു കൊടുക്കാം, അദ്ദേഹം ഈ ഗ്രൂപ്പിൽ ഇട്ട് തരും. ഓക്കെ. 11:5:32 ആണെന്ന് തോന്നുന്നു മാതാജി. 11:5:32 അല്ലേ പ്രഭു? മാതാജി ഓക്കെ ഓക്കെ. അത് ശ്ലോക നമ്പർ കിട്ടാതെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു, അപ്പൊ പ്രഭു പറഞ്ഞപ്പോ 32 ആണ്. ഓക്കെ. ഐശ്വര്യ മാതാജി ഉണ്ടോ, പോയോ? ഹരേ കൃഷ്ണ പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു, പെട്ടെന്ന് തീർന്നു പോയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. 5:45 വരെയാണ് എനിക്ക് സമയം തന്നിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ടൈം കണക്കാക്കി നിർത്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതൊന്നും കുഴപ്പമില്ല പ്രഭു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എന്താ പ്രഭു? എനിക്ക് തേഴ്സ്ഡേ വന്നിട്ട് ഭക്തി വൈബ ക്ലാസ് ഉണ്ട് പ്രഭു, ഇന്ന് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ കയറിയത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും അത് 6:30ക്കാണ് പ്രഭു. 6 മണിക്ക് എനിക്ക് തുടങ്ങുള്ളൂ, പക്ഷെ ഈ ടൈം ആണെങ്കിൽ ഓക്കെയാണ്. ഈ ടൈമാണ് 5 തൊട്ട് 5:45 വരെ ഉള്ളൂ നമുക്ക്. ഓക്കെ, അതാണെങ്കിൽ ഓക്കെ. കാരണം എനിക്ക് 6 മണി തൊട്ട് 8 മണി വരെ ഭക്തി വൈബ ക്ലാസ് ഉണ്ട്. ഓക്കെ ഓക്കെ പ്രഭു. ബുധനാഴ്ച ആണെങ്കിലോ? ബുധനാഴ്ച ആണെങ്കിൽ DT സർവീസ് എല്ലാം കൂടി നടക്കൂല പ്രഭു. തേഴ്സ്ഡേ ഓക്കെ. എങ്കിൽ പിന്നെ വ്യാഴാഴ്ച മതി. എല്ലാ വ്യാഴവും ദയവായി പ്രഭുവിന്റെ കൃപാ കടാക്ഷം ഉണ്ടാവണം. നമുക്ക് പ്രഭുവിന്റെ മനോഹരമായ ഇതുപോലത്തെ ക്ലാസ്. എനിക്ക് മലയാളം നേരെ അറിയത്തില്ല, എനിക്ക് സൂപ്പർ. നന്ദി പ്രഭുജി, വളരെ നന്ദി. ഒരു ബ്രഹ്മചാരിയുടെ ഒരു ഗംഭീര ക്ലാസ് ആണ് നമ്മൾ കേട്ടത്. നമുക്ക് ഇത്രയും ദിവസം ആൾക്കാർ ഒരുപാട് ഡ്യൂട്ടീസ് ക്ലാസ് എടുത്തെങ്കിലും ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു ബ്രഹ്മചാരിയുടെ ഒരു ക്ലാസ് നമുക്ക് ഇന്ന് കിട്ടി. ഇനിയും കിട്ടട്ടെ. പ്രഭുവിന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി പ്രഭു. വളരെ താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാംസ് പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ.